LDFും UDFും തമ്മിൽ കനത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് വടകര ലോക്സഭാ മണ്ഡലം. തുടക്കം മുതൽ തന്നെ വലിയ പോർവിളികൾ ഇരു മുന്നണികളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരുന്നു. UDFിനെ സംബന്ധിച്ചിടത്തോളം സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക എന്നത് തന്നെയാണ് ലക്ഷ്യം. അതിന് ഘടകകക്ഷി എന്ന നിലയിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണയും കോൺഗ്രസിന് തുടക്കം മുതൽ ഉണ്ടായിരുന്നു. ഷാഫിയുടെ വരവ് തന്നെ വലിയ ഓളമാക്കുന്നതിൽ കോൺഗ്രസിനെ സഹായിച്ചതും ലീഗ് തന്നെയാണ്. ഇപ്പോൾ അതേ ആവേശം തന്നെയാണ് ഷാഫിക്ക് തിരിച്ചടിയായി ഉയർന്നു വന്നിരിക്കുന്നതും. സർവേ ഫലങ്ങൾ അനുസരിച്ച് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് വടകരയിൽ നടക്കുക. വിജയ സാധ്യത പ്രവചനാതീതമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ സംഭവിക്കുന്ന ചെറിയ പാളിച്ചകൾ പോലും ഏറെ ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. കഴിഞ്ഞ ദിവസം ശൈലജ ടീച്ചർ തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിൽ ഷാഫി പറമ്പിലിനെ പങ്കുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന അധിക്ഷേപം നിറഞ്ഞതും അപകീർത്തികരവുമായ ആക്രമണത്തിനെതിരെ വാർത്താ സമ്മേളനത്തിൽ വൈകാരികമായാണ് ശൈലജ ടീച്ചർ പ്രതികരിച്ചത്. ഇതിന് പിന്നാലെ പോലീസിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും പരാതി നൽകുകയും ചെയ്തിരുന്നു. UDF സ്ഥാനാർത്ഥിയും നേതാക്കളുമാണ് ഇത്തരം അധിക്ഷേപങ്ങൾക്ക് പിന്നിലെന്നാണ് ശൈലജ ടീച്ചറും ഇടതുമുന്നണിയും ആരോപിച്ചത്. സംഭവത്തിൽ UDF ഇന്ന് പത്രസമ്മേളനം നടത്താനിരിക്കെയാണ് മുസ്ലിം ലീഗ് പ്രവർത്തകനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മാങ്ങാട് സ്നേഹതീരം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ശൈലജ ടീച്ചർക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയെന്ന പരാതിയെ തുടർന്നാണ് കേസ്. മുസ്ലിം ലീഗ് ന്യൂമാഹി പഞ്ചായത്ത് സെക്രട്ടറി അസ്ലമിനെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. നിലവിൽ സൈബർ ആക്രമണം നടത്തിയെന്ന ആരോപണത്തിൽ നിന്നും ഇറങ്ങിപ്പോരാനായി കോൺഗ്രസ് ശ്രമിക്കുന്നതിനിടയിലുണ്ടായ ഈ ശ്രമം യഥാർത്ഥത്തിൽ ഷാഫിക്ക് വലിയ തിരിച്ചടിയുണ്ടാക്കാനുള്ള സാധ്യതയേറെയാണ്. UDFിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരമൊരു നീക്കം തോൽവിയെ ഭയന്നിട്ടാണ് എന്നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ പറയുന്നത്. രാഷ്ട്രീയം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നല്ല രാഷ്ട്രീയമുള്ള മണ്ഡലം തന്നെയാണ് വടകര. അതുകൊണ്ട് അശ്ലീലം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു വിജയം നേടാൻ സാധിക്കുമെന്നുള്ള തെറ്റായ പ്രതീക്ഷയിലാണ് അവർ ഈ വർക്ക് നടത്തിയിട്ടുള്ളത്. കേൾവിയില്ലാത്ത രീതിയിലാണ് മോർഫ് ചെയ്ത ശൈലജ ടീച്ചറുടെ ഫോട്ടോ കുടുംബ ഗ്രൂപ്പുകളിലേക്ക് തന്നെ അയച്ചു കൊടുത്തു. വളരെ അവമാനകരമായ കാര്യമാണ്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള കൃത്യമായ അന്വേഷണം നടത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കണമെന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ശൈലജ ടീച്ചർക്കെതിരെയുള്ള വ്യക്തി അധിക്ഷേപം അത് ശുദ്ധ നുണയാണ് എന്നാണ് KK രമ പ്രതികരിക്കുന്നത്. അതേസമയം എൻ്റെ വടകര KL11 എന്ന ഇൻസ്റ്റാ പേജിലൂടെ നിരന്തരം അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നാണ് KK ശൈലജ പറഞ്ഞത്. പനൂർ സ്ഫോടനത്തിലെ പ്രതി അമൽ കൃഷ്ണയുടെ കൂടെ നിൽക്കുന്ന വ്യാജ ചിത്രം നിർമ്മിച്ച് പ്രചരിപ്പിച്ചു. അത് നൗഫൽ കൊട്ടിയത്ത് എന്ന കുട്ടിയുടെ ചിത്രമാണെന്നും നൗഫൽ തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നുവെന്നും ശൈലജ ടീച്ചർ വ്യക്തമാക്കുന്നുണ്ട്. തന്റെ അഭിമുഖങ്ങളിൽ നിന്ന് അടർത്തി മാറ്റി വ്യാജ വാർത്ത പ്രചരിപ്പിച്ചു. കാന്തപുരത്തിന്റെ ലെറ്റർ പാഡ് ഉപയോഗിച്ചുകൊണ്ട് തനിക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തി. ലെറ്റർ പാഡിൽ ഇത് ടീച്ചറമ്മയല്ല ബോംബമ്മ എന്ന പേരിലാണ് പ്രചരിപ്പിച്ചതെന്നും ശൈലജ ടീച്ചർ പറഞ്ഞു വെക്കുന്നുണ്ട്. UDF വ്യാപകമായി വ്യാജ വാർത്ത പ്രചരിപ്പിക്കുകയാണ് എന്നാണ് KK ശൈലജ കൃത്യമായി തന്നെ പറയുന്നത്. തനിക്കെതിരെ ഇസ്ലാം മതത്തിനിടയിൽ വ്യാപക പ്രചരണം നടന്നിരുന്നു. എന്നാൽ ഇക്കാര്യം എതിർ സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലിന് അറിയില്ല എന്നാണ് പറയുന്നത്. അത് ശരിയല്ല. അദ്ദേഹത്തിന്റെ അറിവോടെ തന്നെയാണ് ദുഷ്പ്രചരണം നടക്കുന്നത്. മകൾ മരിച്ച തന്റെ നാട്ടിലെ മമ്മൂട്ടി എന്ന വ്യക്തിയെ പ്രകോപിപ്പിച്ച് തനിക്കെതിരെ അഭിമുഖം എടുത്തുകൊണ്ട് പ്രചരിപ്പിച്ചുവെന്നും ശൈലജ ടീച്ചർ പറയുന്നുണ്ട്. മാത്രമല്ല തന്നെ കരിവാരി തേച്ച് കാണിക്കുകയാണ് ചെയ്യുന്നതെന്നും അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് തന്നെ അറിയാമെന്നും തൊഴിലുറപ്പ് സ്ത്രീകൾക്ക് അനുകൂലമായി പറഞ്ഞതും തെറ്റായി പ്രചരിപ്പിച്ചുവെന്നും ശൈലജ ടീച്ചർ പറയുന്നുണ്ട്. താൻ പല പ്രമുഖർക്കെതിരെയും മത്സരിച്ചിട്ടുണ്ട്. മുൻ അനുഭവങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ല എന്നും അവർ പറയുന്നുണ്ട്. എവിടുന്നോ കൊണ്ടുവന്ന സംഘമാണ് ഇതിന് പിന്നിലെന്നും ശൈലജ ടീച്ചർ ആവർത്തിക്കുന്നു. BD ടീച്ചർ, കോവിഡ് റാണി, നിപ്പ റാണി എന്നിങ്ങനെ തുടങ്ങി അധിക്ഷേപകരമായ നിരവധി പോസ്റ്ററുകൾ ശൈലജ ടീച്ചർക്കെതിരെ സൈബർ ഇടങ്ങളിൽ ഇപ്പോൾ സജീവമാണ്. ഇതിനെല്ലാം പുറമെയാണ് മുൻപ് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് ലീഗ് പഞ്ചായത്ത് അംഗം നടത്തിയ പ്രസംഗം. തൊഴിലുറപ്പ് തൊഴിലാളികളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ നടത്തിയ ആ പ്രസംഗം UDFിനെ ഏറെ പ്രതിസന്ധിയിലാക്കിയിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതിനുശേഷമാണ് വീണ്ടും ഒരു ലീഗ് പ്രവർത്തകന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നീക്കമുണ്ടാകുന്നത്. ചുരുക്കത്തിൽ കോൺഗ്രസിനോടുള്ള അടങ്ങാത്ത ആവേശം കൊണ്ട് ലീഗ് ചെയ്യുന്നതെല്ലാം തന്നെ കോൺഗ്രസിനിപ്പോൾ കനത്ത തിരിച്ചടിയാവുകയാണ്.